അപ്പോൾ ഇതാ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്നും ഇല്ലാത്തൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിലോട്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ താത്തയും ഉമ്മയും കൂടിയിട്ട് നമ്മളെ പൂച്ചനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ 2 പൂച്ചക്കും എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതൂരാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ രണ്ടാളെയും കൂട്ടിലാക്കി ഒരു ബോക്സിലാക്കിയിട്ട് നമ്മളിതാ രണ്ടാളെയും കൊണ്ടുപോവാണ് കേട്ടോ. എനിക്ക് പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ പോയ സമയത്താണ് കേട്ടോ ഇവർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ പെറ്റ്സിൻ്റെ ഹോസ്പിറ്റൽ. അങ്ങനെ അതാ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഇക്കുനെ ലിസിനെ ഉമ്മ ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ബാക്കിലിരുന്നിട്ട് ഇക്കുനെ ലിസിനെ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ഇരുന്നിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ പെറ്റ്സ് വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പൂച്ചനെ പോലത്തെ പേര് ആർക്കൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി ഉള്ളിലോട്ട് കയറാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പോൾ റെസീറ്റ് എഴുതി വാങ്ങണം കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പോയത്. ഉള്ളിലോട്ട് പോയി ഉമ്മ മേലത്തെ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി മേലത്തെ ഡോറ് മൂടിയില്ലേ അത് തുറന്നത് ഇക്കു ഒറ്റ ചാട്ടം കേട്ടോ. ഇക്കുന് ഭയങ്കര കുറുമ്പ് ജാസ്തിയുള്ള ആളാണ് കേട്ടോ. പിന്നെ ലിസ കുഴപ്പമില്ല. ഇക്കു എന്ന് പറയുന്ന സമയത്ത് ചാടുന്ന ആളാണ് കേട്ടോ. നല്ല കുറുമ്പുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അതപ്പം മൂടി തുറന്നത് ഒറ്റ ചാട്ടാണ് കേട്ടോ കണ്ടത്. പിന്നെ അവിടെ തന്നെ നേഴ്സ് ഞങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ് വയ്യാണ്ടായിട്ട് വല്ല മരുന്ന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ മരുന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അവന് ആദ്യം ഇതുപോലെ തന്നെ ക്ഷീണവും അതുപോലെ തന്നെ കണ്ടതുകൊണ്ട് നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെടുത്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ ഉമ്മ വെറുതെ ഒന്ന് മേലെ തുറന്നതാണ്, അപ്പത്തേനും ചാടി കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇക്കുവിന് മാത്രമാണ് വയ്യാത്തുള്ളത്. അപ്പോൾ ഇക്കുവിന് മാത്രം ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ആൾക്കും വാക്സിനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും എടുക്കണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വയ്യാതൊക്കെ മാറിയിട്ട് നമുക്ക് വാക്സിൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മളിതാ ഇനി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് ഇക്കുവിൻ്റെ മരുന്നൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിലോട്ട് പോവുകയാണേ. മരുന്നൊക്കെ മേടിച്ച് ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ സമയത്ത് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഉമ്മ ചിക്കൻ വേവിച്ചതും അതുപോലെ തന്നെ ചോറിൽ കുഴച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് എന്താ പറയുക ഉപ്പും അതും കാര്യങ്ങളൊന്നും ഇടില്ല കേട്ടോ. ഉപ്പൊന്നും ഇടാൻ പറ്റില്ലല്ലോ. ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ മേലുള്ള മുടികളൊക്കെ പോകുന്ന വെച്ചിട്ട് ഉമ്മ ഉപ്പൊന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുക്കാൻ കേട്ടോ ഉമ്മ അങ്ങനെ. അപ്പോൾ എന്താ പറയുക ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.